യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മാഡം, കാവേരി വിശ്വനാഥൻ, മാണിക്യമംഗലത്തെ മൂത്ത ആളുടെ ഭാര്യ. മാഡത്തിന് കാര്യം മനസ്സിലായി കാണുമല്ലോ. DNA ടെസ്റ്റിന് കോടതി ഉത്തരവായിട്ടുണ്ട്. അല്ല, എത്ര പെട്ടെന്ന്? സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. ഇതിപ്പം മന്ത്രി MLA നേരിട്ട് ഇടപെട്ട കേസാ. തന്നെയല്ല, കേസിന്റെ ജെനുവിനിറ്റി കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ബോധ്യപ്പെടുക നേരിട്ട് നടത്തിയാ പോരെ? ഇവിടെ ഒന്നിനും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അവിടെയാണല്ലോ പ്രശ്നം. നിങ്ങൾ സഹകരിക്കാതെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? ഈ പറഞ്ഞ ആതിരയുടെ ബ്രദർ അല്ലേ താങ്കൾ? ആണോ എന്നൊക്കെ ചോദിച്ചാ ഉറപ്പില്ല അല്ലേ? നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ മാറ്റാനുള്ള വഴിയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ സഹകരിച്ച വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാം. ഞങ്ങൾ എന്തോ ചെയ്യണമെന്നാ? നിങ്ങളുടെ സാമ്പിൾ കിട്ടിയാൽ മാത്രമേ DNA ടെസ്റ്റ് നടക്കൂ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അവളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതേ പരിശോധന നടത്താനും ബന്ധം പുനഃസ്ഥാപിക്കാനൊന്നുമല്ല. എന്നേക്ക് വേണ്ട. എന്താ താങ്കളുടെ പേര്? അജയ് ഘോഷ്. മിസ്റ്റർ അജയ് ഘോഷ്, ഇത് കോടതിയുടെ കാര്യമാണ്. അങ്ങനെ പറ്റില്ല, നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിയാൻ സാധ്യമല്ല. കോടതി ഉത്തരവ് നിങ്ങളെ ഇൻഫോം ചെയ്യുക മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അനുസരിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് നിങ്ങൾക്കെതിരെ നടപടി വരും. ഈ വീട്ടിലെ കോടതിയും ന്യായാധിപനും ഒക്കെ എന്റെ ഏട്ടനാ. ഏട്ടനോട് ചോദിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മതി. ഈ ഏട്ടനിപ്പോ ഇവിടെ ഉണ്ട്. അത് പിന്നെ ഏട്ടൻ കാശില്ല. ആയിക്കോട്ടെ, അവിടെ ഫോൺ കിട്ടുമല്ലോ. വിളിച്ചു ചോദിച്ചിട്ട് എന്താ നിങ്ങളുടെ തീരുമാനമെന്ന് എത്രയും പെട്ടെന്ന് കോടതി അറിയിക്കണം. ശരി, ഞങ്ങൾ ഇറങ്ങാം. അജയ്, ഒന്ന് നിന്നേ. എന്താ? ഇതത്ര നിസ്സാര കാര്യമല്ല. ഉടനെ എന്തെങ്കിലും തീരുമാനിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യേ, ടെസ്റ്റിന് നിങ്ങൾ തന്നെ ചെന്ന് നിന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്കാണല്ലോ അവളോട് ഭയങ്കര സിമ്പതി. ചേച്ചിയാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരെയും ഒന്നിനും പ്രതീക്ഷിക്കണ്ട. അജയുടെ വാ. അല്ല മോളെ, മൈദു, എടി. ഇങ്ങനെ മനുഷ്യരുണ്ടോ ചേച്ചി? അവർക്ക് എന്തെങ്കിലും നഷ്ടമുള്ള കാര്യമാണോ? ചുമ്മാ പോയൊരു DNA ടെസ്റ്റിന് നിന്ന് കൊടുത്താ പോരെ? ചെയ്യില്ല. ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല. ഒത്തില്ല. പ്രിയപ്പെട്ട അജയ, ഒരു കാരണവശാലും നീ അങ്ങനെ ഒരു ടെസ്റ്റിന് നിന്ന് കൊടുക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എല്ലാം തകരും. പിന്നെ മാണിക്യമംഗലത്ത് കുടുംബം ഉണ്ടാവില്ല. നീയായി സർവനാശത്തിന്റെ കാരണക്കാരനാവരുത്. സ്വന്തം വിശ്വേട്ടൻ.
ഹലോ. ഡാ, നീയും നിന്റെ പെണ്ണും പിള്ളയും പറഞ്ഞു വിട്ട പോലീസുകാരിയും വനിതാ കമ്മീഷനും കൂടെ വന്നായിരുന്നു. മറ്റേ ടെസ്റ്റ് നടത്തിക്കാനേ. ഡാ, അതിന് വെച്ച വെള്ളവേ അങ്ങ് വാങ്ങി വെച്ചേക്കാൻ പറയാൻ വിളിച്ചതാ. ഈ ജന്മം അങ്ങനൊരു ടെസ്റ്റ് നടക്കാൻ പോകുന്നില്ല. ഞാനും എന്റെ വിശ്വനും ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കത്തില്ലടാ. നീ അവളോട് പറഞ്ഞേക്ക് ഈ ആഗ്രഹം അങ്ങ് മാറ്റിവെച്ചേക്കാൻ. അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിൽ ജീവനോട് ബാക്കിയുണ്ടാവില്ല. അളിയ. ആരുടെ അളിയൻ? വെച്ചിട്ട് പോടാം. പന്ന മാറി. എന്താ സുനീഷേട്ടാ? DNA ടെസ്റ്റ് നടക്കില്ല. അവര് ജീവനോടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാതെ കുട്ടി? അല്ല, ആദ്രകുട്ടി എന്താ ആലോചിക്കുന്നേ? അവരെ കൊന്നിട്ടായാലും ഞാൻ ഈ DNA ടെസ്റ്റ് നടത്തും. ചന്ദ്രേട്ടനല്ല, ഒരുത്തനും അങ്ങനൊരു ടെസ്റ്റ് നിന്നു കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ നാളെ ഞങ്ങളുടെ ഇളയ അനുജൻ ഹരി അതിന് തയ്യാറായ അവനെ എന്ത് വില കൊടുത്തും തടയണം. ഇതിപ്പോ ഞങ്ങളുടെ പ്രസ്റ്റീജ് മാറ്ററാ. അജയ്, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ചേട്ടൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്? അവൾ ഈ വീട്ടിലല്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഇവിടത്തെയാണെന്ന് സ്ഥാപിക്കാൻ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നത്? എന്റെ ഭായി, അത് ഏട്ടന് മാത്രം അറിയാവുന്ന രഹസ്യമാ. എടാവേ, നീ അങ്ങയുടെ അനിയനല്ലേ? നിനക്ക് വാ തുറന്ന് ചോദിച്ചൂടെ? അതിന്റെ ഗുട്ടൻസ് അറിഞ്ഞാലേ നീ അങ്ങേരുടെ കൂടെ നിൽക്കൂ എന്ന് പറയണം. എന്റെ ഭായി, അത് ഭായിക്ക് ഏട്ടന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാ. അങ്ങോട്ട് നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല. ഏട്ടൻ ഇങ്ങോട്ട് കൽപ്പിക്കും, നമ്മളതിനനുസരിച്ചോണം. ഇയാളെന്തോന്നു റേഡിയോയാ? എടാ, ആണുങ്ങളായാൽ ആണത്തം വേണം. ചുമ്മാ മീശയും പിരിച്ച് നടന്നോണ്ട് കാര്യമില്ല. ഞാൻ മീശ വെക്കാറില്ല. അത് അതില്ലല്ലേ. ആ, ചേട്ടനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം. ഏതവന്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദിക്കണം. നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഇത് ചുമ്മാ ഒരുമാതിരി അടിമകളെ പോലെ. എടാ, ഇത് കൽപ്പിക്കാൻ രാജഭരണമൊന്നുമല്ല, ജനാധിപത്യമാ. എല്ലാവർക്കും ചോദിക്കാനും അറിയാനുള്ള അവകാശമുണ്ട്. നീ എന്തിനടാ ഇങ്ങനെ പേടിക്കുന്നത്? ഡേയ്, അങ്ങേര് കാശിലങ്ങട്ടാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ഇരുന്നോണ്ട് അങ്ങേര് എന്തോ ചെയ്യാന്? എന്റെ ഭായി, അതൊക്കെ ഭായിക്ക് വെറുതെ തോന്നുന്നതാ. വിശ്വട്ടൻ എവിടെ ഇരുന്നാലും മതി. വിശ്വട്ടന് നെറ്റ്വർക്ക് ഭയങ്കരവാ. ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വിശ്വട്ടൻ കാശിയിലിരുന്ന് മണത്തറിയുന്നുണ്ട്. ഇതെന്തോന്നടേ, പട്ടിയുടെ ജന്മം? അല്ല, പുലി ജന്മം. നല്ല ഒന്നാന്തരം കരിമ്പുലിയുടെ ജന്മം. പുലിയും കൊള്ളാം, കരിയും കൊള്ളാം. Yes, Underworld King Karim Bhai speaking. Yes, yes. Okay. അത് ഞാൻ ഏറ്റു. പക്ഷെ എന്ത് കിട്ടും? 10,000. അല്ല, ഈ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ ഇങ്ങനെ നാട്ടുഭാഷയിൽ ചോദിച്ചെന്നേ ഉള്ളൂ.